മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ പുരോഗമിക്കുന്നു. പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ CCTV ദൃശ്യം ലഭിച്ചു. എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള നമ്പറിൽ നിന്ന് പെൺകുട്ടികളുടെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ ഉച്ചയോടെയാണ് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ഫാത്തിമ ഷഹദയെയും അശ്വതിയെയും കാണാതെയാകുന്നത്. പരീക്ഷയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സ്കൂളിന്റെ പരിസരത്ത് എത്തിയെങ്കിലും കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടില്ല. 2 മണിയായിട്ടും പരീക്ഷ ഹാളിൽ കാണാതായപ്പോഴാണ് ഷാന എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അടുത്ത് ടീച്ചർ നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിക്കുന്നത്. അങ്ങനെ കുട്ടി പരീക്ഷയ്ക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തൊട്ട് ഞങ്ങൾ കുടുംബത്തിലും വഴികളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല. പിന്നെ 5:30 മണിയായിട്ടും സ്കൂൾ വിട്ട് വരുന്ന ടൈം കാണാതായപ്പോഴാണ് അശ്വതിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ കൂടി ഇവിടെ വന്നിട്ട് താനൂർ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് കൊടുത്തത്. കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഒരു തവണ ഓണായപ്പോൾ കോഴിക്കോടാണ് ലൊക്കേഷൻ കാണിച്ചത്. കൂടാതെ പെൺകുട്ടികളുടെ ഫോണിലേക്ക് ഒരേ ഫോൺ നമ്പറിൽ നിന്നും കോൾ വന്നിട്ടുണ്ടെന്നും എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിമ്മിന്റെ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണ് കാണിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. ഈ കുട്ടികളെന്ന് തോന്നുന്ന സമാനമായിട്ടുള്ള ആൾക്കാരെ കണ്ടതിനനുസരിച്ച് ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ പോലീസുകാരെ അയച്ച് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഒക്കെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് CCTV പോലീസുകാരെ പോയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. കുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. യൂണിഫോം മാറ്റി ഇരുവരും നടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മീഡിയ 1